ഹലോ എവ്രി വൺ. അപ്പോൾ നാളെ +2 ഇക്കണോമിക്സ് എക്സാം നടക്കാൻ പോവാണ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി, കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കൂടി ഞാൻ ചെയ്തുതരാം. ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും നന്നായിട്ട് വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കേണ്ട കാര്യം എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്, ആ ഒരു ഇത് നോക്കണം. അതിലാണ് നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് JM കെയ്ൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ്, ഈ ഒരു പോയിൻ്റൊക്കെ കിട്ടും. പിന്നെ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ഗുഡ്സ് നോക്കുക. ഫൈനൽ ഗുഡ്സ്, കൺസ്യൂമർ ഓർ കൺസംഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും ഡയഗ്രാമും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഡിഫറൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് എന്താണ്, പ്രൈസ് ഫ്ലോർ എന്താണെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയഗ്രാമും വരയ്ക്കാനായിട്ട് പഠിക്കണം. ഈ നോട്ട്സിലുണ്ട് കേട്ടോ അത്, നിങ്ങളതുകൊണ്ട് എന്താ സംഭവം എന്ന് വറിയിടാവുണ്ട. ദെൻ ഫങ്ഷൻസ് ഓഫ് മണി, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. അതേപോലെ തന്നെ മാർക്കറ്റ് ഇക്കോണമി, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അങ്ങനത്തെ അതേപോലെ മിക്സ്ഡ് ഇക്കോണമീസ് ഒക്കെ നോക്കാം. പിന്നെ നോക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരും, നോക്കണം. ഫങ്ഷൻസ് ഓഫ് RBI, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, അതായത് ടൂൾസ് യൂസ്ഡ് ബൈ ഈ പറയുന്ന RBI ഒരു സെൻട്രൽ ബാങ്ക്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പഠിക്കണം. അതേപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, നന്നായിട്ട് പഠിക്കുക ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഓക്കെ, അതിനുശേഷം പഠിക്കേണ്ടത് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ, അത് ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക നന്നായിട്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. സോ ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ വേറൊന്നും പറയുകയാണെങ്കിൽ നമ്മുടെ മെത്തേഡ്സ് ടു മെഷർ ദ GDP ഓർ മെത്തേഡ്സ് ടു മെഷർ ദ നാഷണൽ ഇൻകം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് പഠിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ 4 സെക്ടേഴ്സ് ഓഫ് ആൻ ഇക്കോണമി, ഓക്കെ, ഹൗസ് ഹോൾഡ്, ഫേം, എക്സ്റ്റേണൽ സെക്ടർ, ഗവൺമെൻറ്, ഈ ഒരു ഇത് അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തായാലും കവർ ചെയ്യുക. ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ മതി. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.